ഹലോ ഗായ്സ്, അപ്പോൾ കുറേ മുന്നത്തെ വീഡിയോസാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. എഡിറ്റ് ചെയ്യാൻ മടിയായ കാരണമായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്കൊരു മാമാൻ്റെ മോളൊരു കല്യാണമുണ്ട്. തലേന്ന് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും അന്ന് കല്യാണത്തിന് അന്ന് പോകാമെന്ന് കരുതി. അപ്പോൾ ബൈക്കിലല്ലേ പോണത്, അപ്പോൾ അങ്ങോട്ട് വേഗം എത്തുമെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ അന്ന് പോയത്. അപ്പോൾ ഞങ്ങളൊരു 5 മണിക്ക് ഞങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. അവിടെ വല്ല ബ്ലോക്കും ട്രാഫിക്കൊന്നും ഇല്ലാത്ത കാരണം വേഗം എത്തിയൊരു 8:30-9 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിയിട്ടാണ്. അവിടെ 9 മണിയാകുമ്പോഴത്തേന് നിക്കാഹ് തുടങ്ങും. അവിടെ തലശ്ശേരിയിൽ അങ്ങനെ അത്ര. അവിടെ ചെക്കൻ്റെ അവിടുന്ന് കണ്ണൂരാണ് ചെക്കൻ്റെ സ്ഥലം. അപ്പം കാലത്തന്നെ നിക്കാഹ് കഴിയും. ഞങ്ങൾ കാലത്തന്നെ അവിടെ എത്തണം എന്നുള്ള മൈൻഡിലാണ് ഞങ്ങൾ കാലത്ത് പുറപ്പെട്ടു. പിന്നെ തലേന്ന് പോകാൻ പറ്റിയില്ല, വർക്കായ കാരണം. എൻ്റെ വീട്ടുകാരൊക്കെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നല്ലൊരു കാലാവസ്ഥയായിരുന്നു. പക്ഷെ അതുമല്ല, നമ്മൾ സുബൈക്കൊക്കെ ഇങ്ങനെ പോകുമ്പോൾ ഭയങ്കര തണുപ്പും ഒരു രസമായിരുന്നല്ലോ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. ഞാൻ പോയിട്ടുണ്ട് ഇങ്ങനെ ദൂരത്തേക്കൊക്കെ. പക്ഷേ ഈ ബൈക്കുമ്മേൽ ഞാൻ ആദ്യമായിട്ടാണ്. എൻ്റെ റിയൽക്കാരുടെ ഫ്രണ്ടിൻ്റെ ബൈക്കാണ് കേട്ടോ അത്. പിന്നെ മോള് വേഗം കിടന്ന് ഉറങ്ങും. ഇങ്ങനെ പോയി അടുത്തേക്ക് പോവുകയാണെങ്കിൽ മോള് വേഗം കിടന്ന് ഉറങ്ങും കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ രണ്ടാളുടെ ഗ്യാപ്പിലിരുത്തി അവിടെ. പിന്നെ എന്താ പറയുക, ആൾക്ക് നല്ല തണുപ്പുണ്ടായിരുന്നു. ഞാൻ ഫുൾ സ്ലീവ് ഇട്ട് കൊടുക്കാൻ മറന്നു പോയതാണ് സത്യം പറഞ്ഞാൽ. പിന്നെ ഞങ്ങൾക്ക് വഴി തെറ്റിയോടോടെ ഏകദേശം അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾക്ക് വഴി തെറ്റി. പിന്നെ വീണ്ടും തിരിച്ചിട്ട് ഇപ്പോൾ ഒരേ ഇങ്ങനത്തെ റോഡായ കാരണം നമ്മളൊരു വളവും തിരിവില്ല. ഹൈവേ കൂടെയാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഒരു വളവും ഇല്ല, തിരിവില്ല, ഒന്നുമില്ല. അത് അങ്ങനെ ലൊക്കേഷൻ വെച്ചിട്ടാണ് പോയുള്ളത് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കല്യാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതവിടെ പിന്നെ കസിൻസും ഒക്കെ വന്നിട്ടുണ്ട്. തലേന്നൊക്കെ എത്തിയിട്ടുള്ളവരാണ്. അപ്പോൾ ഇതാണ് ഒരു വീട്ടിൽ വെച്ചിട്ടാണ് അത്ര കല്യാണം. അങ്ങനെ എന്താ പറയുക, അധികം ലാവിഷായിട്ട് ഒരു കല്യാണം കഴിക്കില്ല. ഇതൊക്കെയാണ് കസിൻസ്, എൻ്റെ ഉമ്മയുടെ ഫാമിലിയിലല്ലേ. അപ്പോൾ ഉമ്മയുടെ ഫാമിലിയിലുള്ള കസിൻസാണ് ഇതൊക്കെ. അപ്പോൾ ഞങ്ങൾ വന്ന പാട് ഇതൊക്കെ ചേഞ്ച് ചെയ്ത്, പിന്നെ ഇതാ മോനോട് ഇരിക്കുന്നുണ്ട്. മോൻ തലേന്ന് ഉമ്മയുടെ കൂടെ വന്നിട്ടുണ്ട്. ഞങ്ങളുടെ കൂടെ ബൈക്കുകൾ വരാൻ പറ്റില്ലല്ലോ എന്നുള്ളൊരു കാരണത്താൽ അവർ മോളെ കൂടെ തലേന്ന് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ കസിൻസ്. ഇപ്പോൾ വന്നപാട് ഫ്രഷായിട്ട് ഞങ്ങൾ വേറെ കോസ്റ്റ്യൂമൊക്കെ ഇടുക, കുറച്ച് ഫോട്ടോസൊക്കെ. അപ്പോൾ അപ്പോഴേക്കും ആണുങ്ങളെല്ലാവരും നിൽക്കാതിന് പോയിട്ടുണ്ട് കേട്ടോ കണ്ണൂർ. ഞാനിതാ റെഡി ആയിട്ട്. ശരിക്കും പറഞ്ഞാൽ തലശ്ശേരി പോയിക്കാൻ അവിടുത്തെ ഫുഡും പിന്നെ അവിടുത്തെ കാര്യങ്ങളൊക്കെ കാണിക്കണം എന്നായിരുന്നു പ്ലാനിങ്. പക്ഷേ ഫോണിൽ ആ സമയത്ത് ചാർജ് ഉണ്ടായിരുന്നില്ല. അത് കാരണം ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെണ്ണിന് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഫുഡും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അവിടുത്തെ റൂം എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഫുൾ തിരക്കായിരുന്നു. പിന്നെ അവിടുത്തെ കല്യാണം രാത്രി വരെ ഉണ്ട് കേട്ടോ. അതുവരെ നിൽക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം ഇയാൾക്കൊക്കെ വർക്കൊക്കെ ഉണ്ടായ കാരണം ഞങ്ങളവിടെ നിന്ന് തിരിച്ചു പോന്നു. ഒരു 6 മണിയാകുമ്പോഴേക്ക് തന്നെ തിരിച്ചു പോന്നു. എന്നിട്ട് അവിടുത്തെ കല്യാണം കഴിഞ്ഞിട്ടില്ല കേട്ടോ. പിന്നെ ഞങ്ങൾക്ക് വിശപ്പ്, പിന്നെ തിരിച്ചു പോകുന്ന മോളെ കൊടുത്തിട്ടില്ല കേട്ടോ. മോള് ഉമ്മയുടെ കൂടെ ആക്കി, കാരണം നൈറ്റല്ലേ. അപ്പോൾ വണ്ടിമേലായ കാരണം ഞങ്ങൾ തിരിച്ച് കൊടുന്നില്ല. ഉമ്മയുടെ കൂടെ വന്നോളെന്ന് പറഞ്ഞിട്ട് ഞാൻ റിയാദക്കാണ് പോകുന്നത്. പിന്നെ ഞങ്ങൾക്ക് പിന്നെ അവിടുത്തെ ഫുഡൊന്നും അത്ര പറ്റിയിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ. എന്തോ എനിക്ക് പിടിച്ചില്ല. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ചായയും കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഒരു കഫേയിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് കരുതി. അങ്ങനെ ഞാനും റിയാദക്ക് ചായയും പിന്നെ അതുപോലെ പപ്സും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ചിക്കൻ പപ്സായിരുന്നു കേട്ടോ. അപ്പോൾ ലഘുവായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്നാണ് കരുതിയത്. പിന്നെ ഒരു കുഴപ്പത്തിൻ്റെ പാക്കറ്റും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വണ്ടിമരുന്ന് കുറക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇളനീര് കുടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു. വണ്ടിമല്ല നല്ല ക്ഷീണം ഉണ്ടാവുമല്ലോ, നിർത്തിയിട്ട് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീടെത്തുമ്പോഴത്തേനും മഴ പെയ്തു. അപ്പോൾ ഇത്രേ ഉള്ളൂ കേട്ടോ. ബൈ, സബ്സ്ക്രൈബ് ചെയ്യാം.